ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ആവിയിൽ വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത നല്ലൊരു അടിപൊളി പലഹാരം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബിരിയാണി അരി ഒരു 3-4 മണിക്കൂർ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് കഴുകി ക്ലീൻ ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ പോകണം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് അങ്ങോട്ട് ലൂസാവുകയും വേണ്ട, ഒരുപാട് അങ്ങോട്ട് തിക്കാവുകയും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ മാവൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 പച്ചമുളക് കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ നിന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് ചെറിയ പീസാക്കിയിട്ട് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചിക്കനും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ആ ചിക്കൻ വേവിച്ചെടുത്തുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കണ്ണപ്പത്തിനുള്ള ഫില്ലിങ് റെഡി കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഞാനിവിടെ ഗ്യാസിൽ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തട്ടിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിയിൽ നിന്ന് ഇതിലേക്ക് ഒരു പകുതി മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. നിറയെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആ ഫില്ലിങ് കൂടി വെക്കുമ്പോൾ ഇതെല്ലാം കൂടി പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ ഫില്ലിങ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഫില്ലിങ്ങും ആ ഒരു ബാറ്ററും ഒരേപോലെ വരണം, എങ്കിലേ നമുക്കിത് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓരോ അപ്പത്തിലും ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. നല്ലതുപോലെ ഒന്ന് ചൂടാറിയാൽ നമുക്ക് ആ ഒരു തട്ടിൽ നിന്ന് ഇത് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇത് ചൂടാറിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഈ അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. നോമ്പിൻ്റെ ടൈം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് കഴിക്കാം. നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.